I'm not a pilot, can't deny it. There's some days I feel idiotic, just a product of a system where you're lucky just to make a dollar. That ain't gonna stop me cause my grind's contagious. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ തുടങ്ങാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ യൂറോ കപ്പ് ഗൈസ്, യൂറോ കപ്പ്. അപ്പോൾ നമ്മൾ കളി ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതൊക്കെ മാറിപ്പോട്ടെ, പട. അപ്പോൾ ഗൈസ് കളി ഓപ്പൺ, അത് യൂറോ കപ്പ് എടുത്തിട്ട് അറിയാതെ ചാമ്പ്യൻസ് ലീഗ് പോയി. അപ്പോൾ യൂറോ കപ്പ് ഒന്നും കൂടി ബാക്ക് അടിച്ചെടുത്താണ് ചാമ്പ്യൻസ് ലീഗ് ഓപ്പൺ ആയി നോക്കട്ടെ. ഓ ഗൈസ്, ചാമ്പ്യൻസ് ലീഗ് അല്ല ഓപ്പൺ ആയിക്കണം. ഈ സാധനം എടുക്കാമെന്നാണ് ഇത്ര ഇഷ്ടപ്പെട്ട് ഗൈസ്. ചാമ്പ്യൻസ് ലീഗ് ഓപ്പൺ ആയിട്ടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കളി ഇപ്പോൾ ഇതിന് മുന്നത്തെ ഞാൻ കളി കളിച്ചാണ്. ഏതാ LB എന്ന് എഴുതിയ ടീമിൻ്റെ ഒപ്പം ഞാൻ കളിച്ചാണ്. ഇപ്പോൾ പോളണ്ട് വേഴ്സസ് പോർച്ചുഗലാണ് കളിക്കണം. അപ്പോൾ അതിന് പ്ലേ കൊടുക്കുക. അപ്പോൾ പിന്നെ പ്ലേ കൊടുത്തന്നെ ഇത് ഫുള്ളാവണം ഗൈസ്, ഇത് ഫുള്ളാവണം ഗൈസ്. അതൊക്കെ ഇനി പാടാണ് ഗൈസ്, ഇതൊക്കെ ഫുള്ളാവണം ഗൈസ്, അതൊക്കെ പാടാണ്. ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട് ഗൈസ്. ഈ കളി ജയിക്കും, ഞാൻ ഉറപ്പായിട്ടും പറയാം. ഈ കളി ഉറപ്പായിട്ടും ഞാൻ ജയിക്കും, ഉറപ്പാണ് ഗൈസ്. അപ്പോൾ ഈ കളി ജയിക്കുക വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് അടിച്ചോ, സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. കളി ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ടീമിൽ പോർച്ചുഗൽ, റൊണാൾഡോ, റാഫേലോ ഒക്കെ ഉണ്ട്. ഫസ്റ്റ് കിക്ക് എടുക്കുന്നത് പോളണ്ടാണ്. അപ്പോൾ പിന്നെ പോളണ്ടിൻ്റെ അറ്റാക്ക് ആണ് ഗൈസ്. വാട ബ്രൂണോ ഗൈസ്, ഒത്തിരി സ്പീഡിൽ ആ സ്കില്ല് ഇടാണ്ടായിരുന്നു തോന്നി ഗൈസ്. ഇപ്പോൾ ആ ബന്ധം വാങ്ങാൻ പോകണം, സ്പീഡിലേക്ക് ഇട്ട് ടാക്കിളൊന്നും വർക്കാവില്ല ഗൈസ്. പക്ഷേ നമ്മുടെ വൻമതിൽ റൂബൻ ജാസും പെപ്പൻ നമ്മുടെ സെൻറ്ററിലേക്ക് എത്തിക്കണേ കണ്ടില്ലേ. റൂബൻ ജാസിൻ്റെ ടാക്കിളും കണ്ടില്ല നിങ്ങൾ. വാട ബെർണാണ്ടോ വാടാ ഈ കുത്തി. പക്ഷേ ഹെഡർ വർക്കാവില്ല ഗൈസ്, കണ്ടില്ല ഗൈസ്. അടിപൊളി ക്രോസ് എടുത്താണ്. അപ്പോൾ എല്ലാവരും ഈ 72 MB ഉള്ളൂ FC മൊബൈൽ. ഇപ്പോൾ യൂറോ കപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ മസ്റ്റാണ്. മറ്റേ വേൾഡ് കപ്പിൻ്റെ മരുന്ന് അടിപൊളിയാണ്, നല്ല വലിയ ഗ്രൗണ്ടൊക്കെയാണ്. അപ്പോൾ എന്താക്കാം, റാഫേലൊക്കെ അടിപൊളി ക്രോസ് ഒക്കെ എടുത്തോടുന്നുണ്ട്. റാഫേലോ അടിപൊളി ക്രോസ് കൊടുക്കണേ. റൊണാൾഡോ മോനെ ആ ഗോളവസരം എങ്ങനെ കയ്യിൽ നിന്ന് പോയി, അതാണ് ഞാൻ ആലോചിക്കണേ. എങ്ങനെ കയ്യിൽ നിന്ന് പോയി, അത്രയ്ക്ക് സങ്കടം വന്നു ഗൈസ്. കണ്ണൊക്കെ നിറഞ്ഞു ഗൈസ്. അങ്ങനത്തെ ഒരു അവസരമല്ലേ കോളായത്. ആണ്ടോ നല്ലൊരു ട്രിപ്പിളി. ഷോട്ട് കണ്ടായിരുന്നു. ട്രിപ്പിൾ ഇത് കൊണ്ടുപോകാനും നോക്കി, പക്ഷെ ഷോട്ട് എടുത്തു ഗൈസ്. ഈ കോർണർ ഗോളാണ്. ഗോൾ ഗൈസ്, ഗോൾ അടിച്ചു ഗൈസ്. നേരത്തെ അവിടെ നിന്ന് താത്ത അടിച്ചാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഗൈസ് ഗോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അടിപൊളി ഗോളാണ് ഗൈസ്. അടിപൊളി ബ്രൂണോയുടെ അടിപൊളി ക്രോസ് ഞാൻ കൊടുത്താൽ പിന്നെ ഞാൻ പറഞ്ഞാണ്, ആ ഉറപ്പായിട്ടും ഗോൾ അടിക്കണമെന്ന് ഞാൻ പറഞ്ഞാണ്. ഗോൾ അടിച്ചു ഗൈസ്, ഗോൾ അടിച്ചു. ഞാൻ എൻ്റെ റീപ്ലേ നിങ്ങൾക്ക് ഇന്ന് കാണണമെങ്കിൽ ബാക്ക് അടിച്ചാൽ ഫിഫയിൽ FC മൊബൈലിൽ ആകെ ഒരു വട്ടമുണ്ട്. നമ്മൾ സ്കോഡിൽ നോക്കുകയാണെങ്കിൽ ഇവനാണ് ഗോൾ അടിച്ചത് ഗൈസ്. മറ്റേ ബെർണാണ്ടോയുടെ അടിത്തോന് ഗോൾ അടിച്ച പേരൊന്നും ഓർമ്മയില്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ പെപ്പെ റൂബൻ ജാസും ഇവരെ ഞാൻ നടുവിൽ നിർത്തുന്നു. അവരെ വിട്ട് പോകണമെങ്കിൽ ഇത്തിരി പാട ഗൈസ്. അടിപൊളി പാസ്. ഇതിവർ ഹെഡ് കുത്തുന്നില്ല ഗൈസ്. പോർച്ചുഗലേർ പറഞ്ഞിട്ട് ഹെഡ് കുത്തുന്നില്ല. ഇവരൊക്കെ പോർച്ചുഗലേരാക്കി ഞങ്ങളെ പറഞ്ഞാൽ മതി. ഞങ്ങളല്ല, സോറി പോർച്ചുഗലേര് നല്ല ഹെഡ് കുത്തി. റൊണാൾഡോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് പണി ഗേൾസ്. അത് വെറുതെ ഷോട്ട് എടുത്താണിത്. രണ്ടാമത്തെ ചാൻസും കോളായി ഗേൾസ്. രണ്ടാമത്തെ ചാൻസ് കോളായി. എൻജോയ് ചാൻസ് ഓർത്തു, അത് ചിപ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു ഗേൾസ്. കുഴപ്പമുണ്ടായില്ല. റൊണാൾഡോ അടിപൊളി ഷോട്ട് എടുത്ത് ഗേൾസ്. നിങ്ങളിപ്പോൾ അറിയാം റൊണാൾഡോ മാസല്ലേ, അജാതെ അടിപൊളി ഷോട്ട് എടുത്ത് ഇങ്ങനെ പണി കിട്ടി ഗേൾസ്. വാട കീപ്പർ വാട മുത്തയച്ചും സ്വത്താണ്ട് അടിയാ കോസ്റ്റാ. എൻജോയ് സാധനം സേവ് എടുത്തത് ഗോളായുള്ള അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കി. ഒരു ഗോൾ അടിച്ചിട്ടുള്ളത് പെട്ടെന്ന് പോയിരുന്നു. വാട കീപ്പറെ കൈ പിടിച്ചു, അത്രേ ഉള്ളൂ. നമുക്ക് സുഖമാണ് കോസ്റ്റാൻ, നമുക്ക് സുഖമാണ്. പക്ഷെ അയ്യോ ഹാഫ് ടൈം ആയി ഭാഗ്യത്തിന്, അല്ലെങ്കിൽ അവരെ പോയിരുന്നു പണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് അയ്യോ ഒരു ഗോൾ അടിക്കാൻ പെട്ട പാടിക്കോളാറിയ കേസ്. അപ്പോൾ അന്ന് കളയുമ്പോൾ കീപ്പറിൻ്റെ മുത്തായിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടു. അയ്യോ അറ്റാക്ക് പ്ലേസിനിട്ട് അറ്റാക്ക് മെനാവൂല. ഒരു അറ്റാക്ക് നോക്കി നോക്കാം നമുക്ക്, എന്നിട്ട് നോക്കാം. ഇതെല്ലാവരും പാസിനും ഇവിടെ ഇത് എവിടെ നിന്ന് മുക്കിക്കുക പന്ത് പോണത് കണ്ടില്ല ഗൈസ്. പന്ത് എടുക്കാൻ പോലും ആവതില്ല. ഇതിൽ തന്നെ കളിപ്പിക്കണത് നല്ലത് ഗൈസ്. അയ്യോ എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു ഫ്രീ കിട്ടിയാൽ റൊണാൾഡോനെ കൊണ്ട് എടുപ്പിക്കരുത്, വേറെ വല്ല പ്ലേസിനെ കൊണ്ട് എടുപ്പിക്കണം. ഈ മിനിമം ബ്രൂണോ ഫെർണാണ്ടസൊക്കെ അവരൊക്കെ ഗോളാണ്. അവരൊക്കെ ഫ്രീ കിക്ക്, റൊണാൾഡോടൊക്കെ ഫ്രീ കിക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോസ്റ്റ് അത് നമുക്ക് ഉറപ്പായി ഗോളാവുന്നൊക്കെ. ഇപ്പം നമ്മൾ ത്രില്ലായിട്ട് ഫ്രീ കിക്ക് കൈമാറും, അതൊക്കെ നല്ല ഇഷ്ടമാണ്. അയ്യോ
നല്ല കട്ട് ചെയ്തുകൊണ്ടേക്കും ഇവനൊക്കെ കട്ട് ചെയ്തുകൊണ്ടേക്കും. നല്ല ക്രോസും കൊടുത്തിട്ടുണ്ട്. എടുക്ക് ആ വാടാ, നല്ല ക്രോസ് അങ്ങോട്ട് കൊടുക്കുക. അയ്യോ, ക്രോസ് ഒക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ പണി കിട്ടി കേസ്. വീണ്ടും അടിപൊളി ക്രോസ്, പക്ഷേ വീണ്ടും പണി കിട്ടി. അതാണ് കേസ് നമ്മളെ മാസ്. അയ്യോ, അപ്പം എന്താ അവൻ എടുക്കല്ലേ? അടുത്തില്ല. എന്തോ ബാക്കിയല്ലേ നമുക്കൊക്കെ. വാട ത്രോ ബോൾ. അയ്യോ, ത്രോ നല്ല രീതിക്ക് ഇട്ട് കൊടുത്ത്. അതുകൊണ്ട് നമുക്ക് നല്ല ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ത്രോ കിട്ടി ഭാഗ്യത്തിന്. അത് കളഞ്ഞേ. ഫ്രീ ബ്രൂണോ സെറ്റ് ആക്കണ. ബ്രൂണന്നെ എടുക്കണ കേസ്. ഞാൻ കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ റൊണാൾഡോനെ കൊണ്ട് എടുപ്പിക്കാത്തത് എന്ന് അടിവരട്ടെ ഞാൻ തെളിയിച്ചു തന്നിരിക്കുന്നു. കണ്ടില്ലേ, എന്തു മനോഹരം ഫ്രീ കിക്ക് വലയിലോട്ട് തുളഞ്ഞു കയറിയിരിക്കുന്നു. അതെ, പോളണ്ട് ഗോൾ കീപ്പറിന് ഒന്നും ചെയ്യാൻ കഴിയാവുന്നൊരവസ്ഥ. കണ്ടില്ല ഗൈസ്, ഞാൻ പറഞ്ഞു ഇവരെ കൊണ്ട് എടുപ്പിക്കാച്ച നല്ല ത്രില്ലുള്ള ഫ്രീ കിക്ക്. റൊണാൾഡോ അടിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അവൻ്റെ അടിയുടെ ടെക്നിക്ക് അറിയണോണ്ട് നമുക്ക് അവൻ്റെ അടി എങ്ങനെ പോയാലാണ് ഗോളാവുന്നത് നമുക്കറിയാം. പക്ഷെ ഇവരെ നമുക്കറിയില്ല. അതാണ് എൻ്റെ പ്രത്യേകത. ഞാൻ എൻ്റെ ഐഡിയ ഞാൻ മനസ്സിലാക്കി പറഞ്ഞു ഗൈസ്. ആ ഗോള് കണ്ടില്ല നിങ്ങൾ ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മാസ്മരിക്കും നിമിഷമാണത്. എൻ്റെ സന്തോഷത്തിൻ്റെ ഏറ്റവും കൂടുതൽ നിമിഷമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടോ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് ഗോളൊന്നും. ഞാൻ വിചാരിച്ചേ, ഞാനത് കർവ് ചെയ്തിട്ട് ഇതാവുക നോക്കിയതാണ്, പക്ഷേ വിചാരിച്ചില്ല. കളി അവസാനിച്ചു. അപ്പോൾ കളി അവസാനിച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ പറ്റുമെങ്കിൽ അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രൂണോയുടെ വീഡിയോ, ഫ്രീ കിക്കിൻ്റെ വീഡിയോ കാണില്ല. അപ്പോൾ അതുവരേക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.